ശ്രീനയുടെ സ്റ്റാൻഡേർഡ് കണ്ട് ഷഹനാസ് പഠിക്കണം. ശ്രീന വളരെ മാന്യവും പക്വവുമായ ഒരു രാഷ്ട്രീയ വിമർശനം, സാമൂഹിക വിമർശനം ഉന്നയിക്കുമ്പോൾ, സ്റ്റാൻഡേർഡോടെ ഉന്നയിക്കുമ്പോൾ അത് ഷഹനാസിന്റെ മറുപടിക്കുണ്ടായിരുന്നോ എന്ന് ഷഹനാസ് സ്വയം ചിന്തിക്കണം. സമൂഹത്തിലാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഷഹനാസ് എടുത്ത നിലപാടുകൾക്കെതിരെ ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചു. അതിൽ ഏറ്റവും നല്ലതും സ്റ്റാൻഡേർഡും ഉള്ളത് ശ്രീനയുടെ വിമർശനമായിരുന്നു. ആ വിമർശനത്തെ എതിർക്കാം, അനുകൂലിക്കാം, തിരിച്ച് ശ്രീനയെ മറ്റൊരു വിഷയത്തിൽ ആക്രമിക്കാം അല്ലെങ്കിൽ വിമർശിക്കാം. പക്ഷേ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. അത് ആ സ്റ്റാൻഡേർഡ് ഇതിൽ ഇല്ലാത്തതാർക്കാണെന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്താൽ മതി. വ്യാജ IAS പരാതി നൽകി എന്ന് ശ്രീന, കല്യാണം കൂടാൻ വിളിക്കണമെന്ന് ഷഹനാസ്. അങ്ങനെയാണോ അതിന് മറുപടി പറയുന്നത്? അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തെയും കല്യാണത്തെയും കുറിച്ചൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പലർക്കുമെതിരെ പല കാര്യങ്ങളും പറയാനുണ്ടാവില്ലേ? അത്തരം കാര്യങ്ങൾ ശരിയാണോ? നമ്മൾ ഇന്നലെ ശ്രീന വേഴ്സസ് ഷഹനാസ് എന്ന് പറയുന്നത്, രണ്ടുപേരും പ്രമുഖരാണ്, കേരളത്തിൽ അറിയുന്നവരാണ്, രണ്ടുപേർക്കും നല്ല ഭാഷാ സ്വാധീനമുണ്ട്, നന്നായി സംസാരിക്കും. ഷഹനാസ് സംസാരിക്കും, ഞാനും ഷഹനാസും ഒക്കെ പല ചർച്ചകളിൽ നിന്ന് പരസ്പരം കൊമ്പ് കോർത്തിട്ടുണ്ട്. ഷഹനാസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും മാന്യതയും ബഹുമാനത്തോടെയേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഷഹനാസിന്റെ ചിത്രം പോലും, എല്ലാ ചിത്രങ്ങളും നല്ല ചിത്രങ്ങളെ ഇടൂ, നെഗറ്റീവ് ചിത്രങ്ങളും ഷഹനാസിനെ മോശം പദപ്രയോഗം കൊണ്ട് വിളിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ഉണ്ട്, അതിടില്ല. ഷഹനാസിന്റെയും ബെസ്റ്റ് ഫുഡ് ഫോർവേഡും നമ്മുടെ ശ്രീനയുടെയും ബെസ്റ്റ് ഫുഡ് ഫോർവേഡുമേ ഇടുകയുള്ളൂ. ഇതിന് ഷഹനാസ് ഇന്നലെ പറഞ്ഞ, ഷഹനാസിനോട് ഇന്നലെ ശ്രീന ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഷഹനാസിന്റെ ഒരു മറുപടി വായിക്കണം. അമ്മായിയുടെ കുൽസിതങ്ങൾക്ക് കാതോർക്കാതെ കുറച്ച് തിരയെണ്ണാം. ആ അമ്മായിയുടെ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇനിയും ഷഹനാസ് പറയാൻ പോകുന്നത്, ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ല. നമ്മുടെ പണ്ട് റിനി പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെ രാഹുൽ മാങ്കൂട്ടത്താണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നൊക്കെ. അതൊക്കെ കൊച്ചു പിള്ളേരെയാണ്, ചൈൽഡിഷ് ആണ്. ഈ സ്കൂളിലെ പിള്ളേരെ പരസ്പരം അടികൂടുന്ന പോലെയാണ്. നിങ്ങളെല്ലാം നമ്മളൊരു മെച്വർ പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എതിരഭിപ്രായം ഉണ്ടാവും, ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാം, പക്ഷെ അതിന് സ്റ്റാൻഡേർഡ് വേണം. അപ്പം കുഞ്ഞമ്മ എന്നുള്ള വാക്ക് മാറ്റി അമ്മായിയുടെ കുൽസിതങ്ങൾക്ക് കാതോർക്കാതെ കുറച്ച് തിരയെണ്ണ. അത് തന്നെ നിലവാരക്കുറവിന്റെ നല്ല വ്യക്തമായ സൂചനയാണ്. കല്യാണം കൂടാൻ വിളിക്കണേ 4 ചിരി, തൊടറ പാക്കലാം, ഫ്രഷ് എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഷഹനാസ് ഓർക്കേണ്ട കാര്യം, വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഷഹനാസിനെതിരെയും ഒരുപാട് പേർക്ക് ഉന്നയിക്കാൻ കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷഹനാസിനെ കുറിച്ച് 1-2 പേര് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര എഡിറ്റ് ചെയ്തിട്ടേ പറയുന്നുള്ളൂ. കാര്യം ഷഹനാസും ശ്രീനയും, അല്ലെങ്കിൽ ഷഹനാസും രാഹുൽ മാങ്കൂട്ടത്തിലും നിയാസ് മലബാറിയും ഷഹനാസും, അല്ലെങ്കിൽ വ്യത്യസ്ത ആൾക്കാർ, അല്ലെങ്കിൽ റിനിയും ഞാനും, ഇവരൊക്കെ തമ്മിലായിരിക്കും തർക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉടലെടുത്ത ആ വിഷയത്തിന്റെ അനുരണനങ്ങളായി, പ്രത്യാഘാതങ്ങളായി നടക്കുന്ന തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെയാണ്. അതങ്ങനെ തന്നെ പോട്ടെ. റിനിയുടെ വീഡിയോ ചെയ്തപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ, റിനിയെ കുറിച്ച് വിമർശിച്ചപ്പോഴും ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ബഹുമാനാർഹമായിട്ടാണ് വിമർശിച്ചത്. ആ സ്റ്റാൻഡേർഡ് പാലിക്കണം. അത് ഏറ്റവും നന്നായി പാലിച്ചിരിക്കുന്നത് ശ്രീന ആണ്. ശ്രീനയുടെ ആ മറുപടികളിൽ ഏറ്റവും നന്നായിട്ടുണ്ട്. അതായത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ, അവരുടെ കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല, പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയയായ ശ്രീമതി MA ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. അതാണ് ശ്രീനയുടെ സ്റ്റാൻഡേർഡ്. ശ്രീന ഷഹനാസിനെ അഡ്രസ് ചെയ്യുമ്പോഴും, ഷഹനാസിനെ ചില മേക്കപ്പിന്റെ പേരിലൊക്കെ ആൾക്കാർ വിളിക്കുന്ന ഒരുപാട് പേരുകളുണ്ടല്ലോ, ആ പേരല്ലല്ലോ ശ്രീന ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിച്ചത്, വേറെ ആരെങ്കിലും ഉപയോഗിച്ചത്. ശ്രീമതി MA ഷഹനാസ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം അത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡാണ്. തിരിച്ച് അമ്മായിയുടെ കുൽസിതങ്ങൾ എന്നൊക്കെ പറയുന്നതിന്റെ നിലവാരമില്ലായ്മ തിരിച്ചറിയണം. അത്തരം നിലവാരമില്ലായ്മ അല്ല നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത്. ആ നിലവാരമില്ലായ്മ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡായി അവർ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു നഷ്ടവുമില്ല, ഷഹനാസിനാണ് നഷ്ടം. ഷഹനാസ് ഓർത്തു വെക്കേണ്ടത്, ഷഹനാസിന്റെ നമ്മുടെ ഷഹനാസ് ലിമിറ്റഡ് ഓൺ ഹൂ ക്യാൻ കമന്റ് ഓൺ ദ പോസ്റ്റ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ പൊതു പൾസ് എന്താണെന്ന് ഷഹനാസിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. MA ഷഹനാസ് ലിമിറ്റഡ് ഹൂ ക്യാൻ കമന്റ് ഓൺ ഹെർ പോസ്റ്റ് എന്ന് ഷഹനാസ് വെച്ചിരിക്കുന്നതും ശ്രീന അങ്ങനെ വെക്കാത്തതും അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ കമന്റ് ആര് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുറെ കൂടെ സുതാര്യതയും മറ്റും കാണിക്കണം. ഷഹനാസിനെ വ്യക്തിപരം അധിക്ഷേപിക്കാനല്ല. ഷഹനാസിനെ അനുകൂലിച്ച് എനിക്ക് തോന്നുന്നു ശ്രീമതി ഇന്ദു മേനോനും ഒരു അഡ്വക്കേറ്റ് കുക്കുവും പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു, ഷഹനാസിന് അനുകൂലമായ വാദങ്ങളും കൊടുത്തു.
കാരണം എനിക്ക് ഷഹനാസിന്റെ നിലപാടിനോട് ഒട്ടും യോജിപ്പില്ല, ഷഹനാസിനോട് എതിർപ്പാണ്. പക്ഷെ എതിർക്കുന്നവരോട് നമ്മൾ കാണിക്കേണ്ട മാന്യതയും ബഹുമാനവും ഉണ്ട്. എനിക്ക് ശ്രീനയുടെ നിലപാടുകളോടാണ് യോജിപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തോടാണ്, നിയാസ് മലബാറിയോടാണ്, ലിജോയോടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫെനിയോടാണ്. മറുഭാഗത്ത് നിൽക്കുന്നവരാണ് റിനി അടക്കമുള്ളവർ, ഷഹനാസ് അടക്കമുള്ളവർ, ഹണി ഭാസ്കർ അടക്കമുള്ളവർ. പക്ഷേ നമ്മൾ സമ്മതിക്കുമ്പോൾ എതിർക്കുമ്പോൾ മാന്യതയും മര്യാദയും കാണിക്കണം. അതുകൊണ്ട് തന്നെ ഷഹനാസ് യഥാർത്ഥത്തിൽ ശ്രീനയുടെ ഈ സ്റ്റാൻഡേർഡ് കണ്ടു പഠിക്കേണ്ടതാണ്. അത് മറുപടി പറയുന്നതിൽ, ഇടപെടുന്നതിൽ, പരസ്പരം അഡ്രസ്സ് ചെയ്യുന്നതിൽ, കുഞ്ഞമ്മയുടെ കുൽസിതങ്ങളെന്നോ അല്ലെങ്കിൽ അമ്മായിയുടെ കുൽസിതങ്ങളെന്നോ ഒന്നും പറയാതിരിക്കാനുള്ള മിനിമം മാന്യത വേണം. അത് ഏറ്റവും കൂടുതൽ ആ മാന്യത ഗുണം ചെയ്യുക ഷഹനാസിന് തന്നെയാണ്. ഇല്ലെങ്കിൽ ഷഹനാസിനെതിരെ ഇപ്പൊ ഷഹനാസ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതുപോലെ ഞാൻ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഈ നാട്ടിലെ സാധാരണക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്, ഫെനിക്ക് അനുകൂലമാണ്, നിയാസ് മലബാറിക്ക് അനുകൂലമാണ്, ശ്രീനയ്ക്ക് അനുകൂലമാണ്, ലിജോയ്ക്ക് അനുകൂലമാണ്. അത് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ വരുന്നതിന്റെ കാരണം അന്യായമായ ഒരാൾ വേട്ടയാടപ്പോ ന്യായത്തിന്റെ കൂടെ നിന്നവരാണ് ഇവർ, നീതിയുടെ കൂടെ നിന്നവരാണ്. നേരെ മറിച്ച് അവസരം മുതലാക്കി പുരുഷനെ അധിക്ഷേപിക്കാനും അവനെ അപമാനിക്കാനും അവനെ ഇല്ലാതാക്കാനും ശ്രമിച്ച കൂട്ടത്തിലാണ് ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടിൽ നിൽക്കുന്നവരുള്ളത്. അതുകൊണ്ട് ഫോർ ദി ബെറ്റർ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരുടെയും നല്ല ഇൻട്രസ്റ്റിൽ എനിക്ക് ഷഹനാസ് ജിയോട് അല്ലെങ്കിൽ ശ്രീമതി MA ഷഹനാസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, അപ്പൊ ഞാനും ഷഹനാസി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ യൂഷ്വലി ജി എന്നാണ് ആൾക്കാരെ വിളിക്കാറുള്ളത്, അതൊരു സൈൻ ഓഫ് റെസ്പെക്ട് ആണ്. അത് ഷഹനാസിന്റെ നിലപാടിനോട് ബഹുമാനം ഉണ്ടായിട്ടല്ല, നിലപാടുകൾക്കപ്പുറം നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അഥവാ അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം സത്യത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, ന്യായത്തിന്റെ കൂടെ നിന്നവർക്കായിരിക്കില്ല, നേരെ മറിച്ച് ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്കായിരിക്കും എന്നും കൂടി ഓർക്കും നല്ലതാണ്. അവിടെയാണ് പരസ്പര ബഹുമാനത്തോടു കൂടി സോഷ്യൽ സംവാദങ്ങൾ വരണം. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഷഹനാസ് ശ്രീനെ മാതൃകയാക്കുക മാത്രമല്ല, നമ്മുടെ ഫെനി വേഴ്സസ് റിനി എന്ന ഡിബേറ്റും കൂടെ കാണണം. ഫെനി വേഴ്സസ് റിനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. പക്ഷേ ഫെനിയും റിനിയും ഏറ്റവും നല്ല രീതിയിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചത്. ആ സ്റ്റാൻഡേർഡ് എല്ലാവരും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമതി ഷഹനാസും അത് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനയുടെ മറുപടി, ശ്രീന ഒന്നുകൂടെ ജനങ്ങളുടെ കണ്ണിൽ ഉയരുന്നതിന്റെ റീസൺ ശ്രീന പറയുന്നതിലെ ന്യായവും നീതിയും മാന്യതയും അതിലെ കുലീനതയുമാണ്. അതിന് ശ്രീനയെ അഭിനന്ദിക്കുന്നു. അങ്ങനെ പോസിറ്റീവായി നമ്മൾ റിയാക്ട് ചെയ്യാൻ പഠിക്കണം. നെഗറ്റീവായി വട്ടപ്പേരുകൾ, ചീത്തപ്പേരുകൾ, ചീത്തവിളികൾ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്. അത് ചെയ്തു തുടങ്ങിയതിന് അവസാനമില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ഭാഗത്തെ ആൾക്കാർക്കും ഐ ഫോർ ആൻ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ് എന്ന് ഗാന്ധിജി പറയാറുണ്ട്. അതായത് കണ്ണിന് കണ്ണ് എന്ന് തീരുമാനിച്ചാൽ, ചീത്തയ്ക്ക് ചീത്ത എന്ന് തീരുമാനിച്ചാൽ ലോകം മുഴുവൻ അന്ധവും ലോകം മുഴുവൻ ചീത്തയുമാകും. അങ്ങനെ ആകാതിരിക്കട്ടെ. എന്തായാലും സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിച്ച ശ്രീനയ്ക്ക് ഒരു സല്യൂട്ട്.